ഇന്ന് സർഗം കിച്ചണിൽ അടിപൊളി ഡ്രീം കേക്കാണ് തയ്യാറാക്കുന്നത്. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാം. നല്ല ഹൈ കോസ്റ്റ് ഉണ്ട് നമുക്കിത് പുറത്ത് വാങ്ങിക്കാനായിട്ട്. ഇത് മാക്സിമം ഒരു 200 രൂപ, അതിലും ഇട്ടിട്ടൊന്നും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ആവില്ല. ഇന്ന് നമുക്ക് സർഗം കിച്ചണിൽ ഡ്രീം കേക്ക് തയ്യാറാക്കാം. അത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കേക്കാണ്. അത് നമുക്ക് ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഈ വീഡിയോ കൂടെ കാണാം. അപ്പം നമ്മൾ ഡ്രീം കേക്ക് തയ്യാറാക്കാനായിട്ട് ഇതുപോലത്തെ നമുക്ക് കേക്ക് ടിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനത്തെ ഒരു ടിന്നിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ്. ഇതിലാണ് നമ്മൾ 5 ലെയർ ഡ്രീം കേക്ക് തയ്യാറാക്കുന്നത്. ഓരോ ലെയറായിട്ട് ഇതിലിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെയാണ് നമ്മൾ ഡ്രീം കേക്ക് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രം വാങ്ങിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ എല്ലാ കേക്ക് കടയിലും കിട്ടുന്നതിന് ഇതുപോലെ ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് നമുക്ക് നല്ലോണം ഉരുക്കിയെടുക്കാം. നമ്മുടെ ഷുഗർ പാനി ആദ്യം നമുക്ക് തയ്യാറാക്കാം. കണ്ട പാനി തിളച്ചിലൊന്ന് നല്ലോണം ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഷുഗർ പാനി തയ്യാറാവും. കണ്ട അതുപോലെ ഒന്ന് തിളയ്ക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് സോക്ക് ചെയ്യാനുള്ള പാനിയുണ്ട്. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും കേക്ക് സെറ്റ് ചെയ്യുമ്പോൾ അത് പാകമാവും. അപ്പം ആദ്യം കേക്കിൻ്റെ ബേസ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കൊക്കോണ്ട് ഒരു കേക്ക് ബേസ് വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മൈദ കണ്ട. ഇത് നമ്മൾ 1/2 കപ്പ് കുത്തി നിറയ്ക്കരുത്, ജസ്റ്റ് ഇങ്ങനെ കോരിയിട്ടിട്ട് വേണം, നിറച്ചിങ്ങനെ അമർത്തരുത്. 1/2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അതുപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ഇത് ബേക്കിംഗ് പൗഡർ. ഇത് ഇട്ട് ഇനി നമുക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർക്കാം. ഒരു നുള്ളുപ്പ്. എന്നിട്ട് നമുക്ക് 3 പ്രാവശ്യം ഇതുകൊണ്ട് ഇങ്ങനെ അരിച്ചെടുക്കാം. എന്നാലും കേക്ക് നമ്മുടെ സോഫ്റ്റ് ആവുള്ളൂ. അതുപോലെ കട്ടയൊക്കെ ഉടച്ച് 3 പ്രാവശ്യം അരിച്ചിട്ട് എടുക്കാം. അപ്പം നമ്മൾ 3 പ്രാവശ്യം നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് 3 പ്രാവശ്യം അരിച്ചാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളൊരു ബൗളെടുത്ത് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയിലേക്ക് 1/4 കപ്പ് പൗഡേർഡ് ഷുഗർ, 1/2 ടീസ്പൂൺ വാനില എസൻസ്. അത് നമ്മൾ മുട്ടയുടെ മണം മാറാനായിട്ട്, അല്ലെങ്കിൽ ഒരു മുട്ടയുടെ ഒരു കുത്തു ഉണ്ടാവില്ല. മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങണം. ഡയറക്റ്റായിട്ട് ഹൈയിലേക്ക് പോകരുത്. ഒന്നിൽ നിന്ന് തുടങ്ങി ഹൈയിലേക്കായിട്ട് പോകണം. ഇതിപ്പോൾ ഒന്നിലാണ് ആക്കണം. അത് കുറച്ച് നേരം ഒന്നിലാക്കിയിട്ട് വേണം പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഇട്ടാൽ. ഷുഗർ അതുപോലെ കുറച്ചീശായിട്ട് ഇട്ടാൽ നല്ലതാണ്. ഇപ്പം ഞാൻ ഒരുമിച്ചിട്ട് കുറച്ചീശായിട്ട് ഇടണം, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി നേരം അടിക്കേണ്ടി വരും. എഗ്ഗ് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് കറക്കിയെടുത്താലും മതി. ബീറ്റർ തന്നെ വേണമെന്നില്ല, നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്താലും ഓക്കെ. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കണം. എന്നിട്ട് നല്ലോണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗും ഓയിലും തമ്മിൽ നല്ലോണം ഒന്ന് യോജിക്കണം. അപ്പം നമ്മൾ എഗ്ഗൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരേ സൈഡിലേക്ക് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മുടെ കേക്കിൻ്റെ ബേസ് തയ്യാറാവും. ഇതുപോലെ ഇതൊന്നിങ്ങനെ യോജിപ്പിക്കാം. അപ്പം നമ്മൾ വിസ്കോണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മാവ് തയ്യാറാക്കാനായിട്ട്. ഇപ്പോൾ കട്ടി കൂടുണ്ടെങ്കിൽ ഇളം ചൂടുള്ള പാല് ഒരു കണക്കനുസരിച്ച് നമുക്ക് ചേർത്തുണ്ട്. ഞാൻ കുറച്ച് ചേർത്തു, ഒരു 2 ടേബിൾ സ്പൂണോളം കഷ്ടി ചേർത്തു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ലൂസ് കോണ്ടാക്റ്റിൽ വേണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാവാനായിട്ട്. ഈ ഡ്രീം കേക്കിന് കുറച്ച് ലൂസ് വേണം, അതൊന്ന് ശ്രദ്ധിക്കണം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഇത് തയ്യാറാക്കാനായിട്ട് ബാറ്റർ. നമുക്ക് കേക്ക് ടിൻ തയ്യാറാക്കാം. കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല, ചെറിയൊരു ചോറും പാത്രമാണ് ഞാൻ എടുത്തുള്ളത്. അതിൽ കേക്ക് ടിൻ ഉണ്ടെങ്കിൽ കേക്ക് ടിൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു അളവിൽ നമ്മുടെ സാധാരണ വട്ട ചോറും പാത്രമാണത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാം. ജസ്റ്റ് ഒരു സ്പൂൺ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മുടെ ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഇതൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം.
അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒഴിക്കും. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ടീന് നമ്മളിങ്ങനെ എയർ ബബിൾ മാറ്റാൻ വേണ്ടി ഇതുപോലെ ഇങ്ങനെ തട്ടി കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലെ ചെയ്താലും എയർ ബബിളൊക്കെ പോയി കിട്ടും. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒന്നില്ലെങ്കിൽ ഓവനിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് സാധാരണ ഒരു അടുപ്പിനല്ല, അവിടുത്തെ ഓവൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് അടുപ്പിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് മുന്നേ നമ്മൾ നല്ല ഹൈയിൽ ഫ്ലെയിം വെച്ച് പ്രീ ഹീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ കേക്ക് ടീന് ഇതിലേക്ക് വയ്ക്കാം. അതിന് ശേഷം നമ്മളൊരു ലിഡ് വെച്ച് മൂടി ഒന്ന് വെയിറ്റ് ഇട്ട് വെക്കാം. അതിന് ശേഷം 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. അപ്പോഴേ അത് കറക്റ്റ് പാകാവുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ തുറന്ന് നോക്കരുത്. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയി നോക്കാൻ വേണ്ടി ടൂത്ത് പിക്ക് കൊണ്ട് നൂറ്റി നോക്കിയപ്പോൾ കണ്ടതും ഒന്നും കാണാനില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കത് എടുത്തിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റാണ് എടുക്കേണ്ടത്. 40 ഗ്രാം ചോക്ലേറ്റ് എടുക്കേണ്ടത്. അപ്പോൾ 20 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും 20 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് നല്ല ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ് വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് ഡ്രീം കേക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. ചൂടാറാൻ ശേഷം ഈ ബട്ടർ പേപ്പർ ഇതുപോലെ ഇങ്ങനെ എടുക്കാം. നമ്മുടെ കേക്ക് നമുക്ക് ഇതുപോലെ ഒരു അളവെടുക്കാം. ഇത് നമുക്ക് ആദ്യം ഇതിലേക്ക് അതിൻ്റെ ഓരോ ക്രീമായിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെക്കാം. ഈ ഒരു ഭാഗം വേണമെങ്കിൽ നമുക്കൊന്ന് ചെത്തി ശരിയാക്കാം, ഒന്ന് ലെവലാക്കി എടുക്കാം. അപ്പം നമ്മുടെ കേക്ക് നമ്മുടെ ടിന്നിലേക്ക് സെറ്റായി. അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ പാനി നല്ലോണം ഒന്ന് ഒഴിക്കണം. അതായത് കേക്ക് ഒന്ന് കുതിരണം നല്ലോണം. അപ്പോഴാണ് ആ കേക്കിൻ്റെ സ്പോഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഷുഗർ പാനി ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തീരെ മെൽറ്റാവണമെങ്കിൽ ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മെൽറ്റായിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതിലിപ്പോൾ ഷുഗർ ഇല്ല, കാരണം ഞാൻ 2 ടേബിൾ സ്പൂൺ പൊടിച്ച ഷുഗറും കൂടി ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ചേർക്കുന്നുണ്ട്. ലോന്ന് തൊട്ട് ഹൈയിലേക്ക് ചെയ്യും. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. മിക്സിയുടെ ജാറിലായാലും നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അതിപ്പോൾ ഞാൻ ബീറ്റുള്ള കാരണം സുഖമാണ് ഇതിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ ബീറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് കണ്ട ഈ ഒരു സ്റ്റേജ് വരെ അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ചേർക്കാം. ഇത് നമുക്ക് ചേർക്കാം. 20 ഗ്രാം ആണ് നമ്മൾ എടുത്തുള്ളത്. 20 ഗ്രാം വൈറ്റും 20 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും എടുത്തുള്ളത്. അതൊന്നും കൂടി നമുക്ക് ബീറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ക്രീം ഈ ഒരു പരുവത്തിലായിട്ട് ഇത് നമ്മുടെ ഒരു ലെയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പും ചേർത്തിട്ടുണ്ട്. നല്ലോണം എല്ലായിടത്തും ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഇതുപോലെ ആക്കി വയ്ക്കാം. എല്ലാ ഭാഗത്തേക്ക് എത്തണ പോലെ. അതിനുശേഷം ഫ്രീസറിൽ ഇതൊന്ന് വെച്ച് 2 മിനിറ്റ് സെറ്റ് ചെയ്യണം. ഓക്കെ ഉണ്ട് കണ്ട, ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്യണം. നമുക്ക് ഫ്രീസറിൽ വെക്കണം. 2 മിനിറ്റിന് ശേഷം എടുക്കാം. രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം ചൂടാക്കി 1/2 കപ്പ് ക്രീം ഒഴിക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, പൊടിച്ച ഷുഗർ, പിന്നെ കോൺഫ്ലവർ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 സ്പൂൺ വെള്ളം ചേർത്ത് കലക്കി എടുക്കാം. കണ്ടത് നമ്മുടെ കോൺഫ്ലവറാണ്. 3 സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഉണ്ടല്ലോ, 20 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 20 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും കൂടി ചേർക്കാം. 20 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ്
ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്ക് ആക്കത്തിലേക്ക് ഇപ്പം ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇങ്ങനെ ഇതിൽ തന്നെ മെൽറ്റ് ആയിക്കോളൂ. ഏത് ചോക്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ വൈറ്റ് ചോക്ലേറ്റാണ് നമ്മൾ ചേർത്തത്. ഇനി ഡാർക്ക് ചോക്ലേറ്റും കൂടി ചേർക്കാം. നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും കൂടി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കണം. കൊണ്ടൊന്ന് യോജിപ്പിക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സ് ഈ നേരത്തെ വേണമെങ്കിൽ ചേർക്കാം. കാഷ്നട്ടാണ്, അത് നമ്മൾ ചേർക്കാം. ഇങ്ങനെ നമ്മുടെ 3ാമത്തെ ലെയർ. ഇനി ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെച്ചതിൽ ഒഴിക്കാനായിട്ട്. നമ്മളിത് നമ്മുടെ 3rd ലെയറാണ്. 1 സ്പൂൺ വാനില എസൻസും കൂടി ചേർക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അതും കൂടി ചേർത്ത് അതിനുശേഷം ചൂടാറാനായിട്ട് വെക്കണം. ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂട് പോയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പം നമ്മുടെ ഫ്രീസറിൽ നിന്ന് എടുത്ത കേക്ക് ഇപ്പോൾ ഏകദേശം ഒരു തിക്നെസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ 3rd ലെയർ ചൂടാറി ഫ്രീസറിൽ വെച്ചത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് മുകളിലേക്ക് ഒഴിക്കണം. ഇത് നമ്മുടെ 3rd ലെയറാണ്. അപ്പോൾ നമ്മൾ കാഷ്നട്ടും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കടിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും, നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതാണ് നമ്മുടെ 3rd ലെയർ. അതിനുശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് ഇതുപോലെ തന്നെ 2 മിനിറ്റ് ഫ്രീസറിലൊന്നും കൂടി വെക്കണം. നമുക്ക് ഫ്രീസറിൽ ഇത് വെക്കാം. എന്നിട്ട് 2 മിനിറ്റിന് ശേഷം എടുക്കാം. ഇതിപ്പം നമ്മൾ 4ാമത്തെ ലെയറായ വൈറ്റ് ചോക്ലേറ്റിനത് ഇതിലേക്ക് നമ്മൾ 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതാണ് 4ാമത്തെ ലെയർ. അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് കട്ടയ്ക്കൊന്ന് ഉടച്ച് എടുത്തുള്ളതാണ്. അപ്പം നമ്മൾ 50 ഗ്രാം ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തതാണത്. ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചത്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ആയതിൻ്റെ ഇനി നമുക്ക് 4ാമത്തെ ലെയറായ ചോക്ലേറ്റ് ഒഴിക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഇതിപ്പോൾ അടിയിലൊന്ന് കൊണ്ട കാരണമാണ് കളറൊന്നും മാറി. ഇതാണ് നമ്മുടെ 4ാമത്തെ ലെയർ വൈറ്റ് ചോക്ലേറ്റ്. ഇതെല്ലാ ഭാഗത്തേക്കും ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് 5ാമത്തെ ലെയറായ കൊക്കോ പൗഡർ ചേർക്കാം. നമ്മൾ വൈറ്റ് ക്രീം സെറ്റ് ചെയ്തപ്പോൾ കുറച്ച് അടിയിലത്തെ സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കുറച്ച് ബ്രൗൺ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒരു 10 മിനിറ്റ് തന്നെ ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കളർ വരില്ല. നല്ല ക്ലിയർ ആയിട്ട് വൈറ്റ് ഇങ്ങനെ നിൽക്കും. ഇതിപ്പോൾ വൈറ്റ് ഒഴിച്ചപ്പോൾ ഇളം ചൂടുള്ള കാരണം അടിയിലത്തെ നിന്നൊന്ന് പൊന്തി വന്നതാണ്. അപ്പോൾ നല്ലോണം വൈറ്റ് ചോക്ലേറ്റും തണുക്കണം, അതുപോലെ തന്നെ ക്രീം ചോക്ലേറ്റും തണുത്തതിന് ശേഷം സെറ്റ് ചെയ്തിട്ട് വേണം വൈറ്റ് ചോക്ലേറ്റ് അതിലേക്ക് ഒഴിക്കാനായിട്ട്. അടുത്ത ലെയറായിട്ട് നമ്മൾ കുറച്ച് കൊക്കോ പൗഡർ ഒന്നിങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡ്രീം കേക്ക് ഫില്ലായിട്ടുണ്ട്. 5 ലെയറും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് സിൽവർ ബോൾസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഡ്രീം കേക്ക് തയ്യാറായിട്ടുണ്ട്. നമ്മൾ അത്രയധികം വില കൊടുത്തിട്ടൊന്നും വാങ്ങണ്ട. നല്ലൊരു കേക്ക് ഇതുപോലെ നമുക്ക് വളരെയധികം വില കുറവിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പം നമ്മളൊരു ക്രീമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2-3 കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരെണ്ണല്ല, പുറത്തൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. അപ്പം നമ്മുടെ ഡ്രീം കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ ഡ്രീം കേക്ക്. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.